അച്ഛൻ സ്നേഹിക്കുന്നവരെ ആരെയും വിട്ടുകളാറല്ല. പോട്ടെ, ആ കുഞ്ഞ് ശേഷിയില്ലാതെ ജനിച്ച ശേഷം അവളെ കാണുമ്പോ മുഖം തിരിച്ചു പോയത് എന്തിനാണ്? ഹലോ, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും, തൻ്റെ അമ്മ സീരിയൽ കാണുന്നത് ഞങ്ങളെ കാണിച്ചിട്ട് കാര്യം എന്താണെന്ന്. കാണണം, നിങ്ങൾ ഓരോരുത്തരും കാണണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ അമ്മമാരും സീരിയൽ കാണുന്നത് നിങ്ങൾ സശ്രദ്ധം വീക്ഷിച്ച് തന്നെ അതിനഭിപ്രായം പറയണം. എന്താണെന്ന് വെച്ചാൽ സീരിയലിൽ വിഷം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഒരു വാർത്ത. കണ്ടുപിടിച്ചത് വേറെ ആരുമല്ല, നമ്മളെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഈ അടുത്ത സമയത്തൊരു ജോലിക്ക് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെയാണ്. അതായത് കാണാത്തവൻ കാണുമ്പോൾ കണ്ടതെല്ലാം കൈലാസം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മുടെ അമ്മമാർക്ക് വേണ്ടി കുത്തിയിരുന്ന് വളരെയധികം ദിവസങ്ങളെടുത്താണ് ഈ വിഷം കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് എൻഫോസൾഫാനേക്കാളും മാരകമായ വിഷമാണ് ഈ സീരിയലിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാൻ എന്താണ് യോഗ്യത എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഇതിനെക്കുറിച്ച് ആധികാരികമായി ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അഭിപ്രായം പറയാൻ യോഗ്യൻ ഇദ്ദേഹം തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വരവും സീരിയലിലൂടെയാണ്. അദ്ദേഹത്തിന് ആ സീരിയലിനെക്കുറിച്ച് ആധികാരികമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പല സംഭവങ്ങളും പറയാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ പറയും, ഈ സീരിയൽ മോശമാണെന്ന് അഭിപ്രായം എനിക്കില്ല, അദ്ദേഹത്തിനാണ് അഭിപ്രായം. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതിനെ മോശമാണ്, ഇതിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കും അറിയില്ല. പിന്നെ സീരിയലിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കുടുംബങ്ങൾ, എത്രയോ കുടുംബങ്ങൾ, അതായത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് മുതൽ തിരിച്ച് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഒരു ചാനലിലോട്ട് ഇറങ്ങുന്നത് വരെയുള്ള അതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ, എത്ര കുടുംബങ്ങളാണ് അതിൽ കഴിയുന്നതെന്ന് ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന് കൃത്യമായിട്ടറിയാം. എന്നിട്ട് പോലും അദ്ദേഹം ആ കുടുംബങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. വിവിധ മേഖലകളിൽ വളരെയധികം ആളുകൾ കഞ്ഞി കുടിച്ചു പോകുന്ന ഒരു മേഖലയെക്കുറിച്ച് ഇത്രയും മോശമായിട്ടുള്ള രീതിയിലൊരു അഭിപ്രായം പറയാൻ ഇദ്ദേഹത്തിന് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ആയിരിക്കാം, അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല. കാര്യം ഓരോരുത്തർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. എന്നാലും കുറേ ആളുകളുടെ കഞ്ഞി കൂടി മുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ മനഃപൂർവ്വം ഇറങ്ങി തിരിക്കുന്നത് ശാസ്ത്രജ്ഞ നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹം സീരിയലിൻ്റെ വക്താവായിട്ട് വന്ന് ഇതിനെക്കുറിച്ച് പറയുകയാണോ എന്ന്. എനിക്ക് സീരിയലിനെക്കുറിച്ച് അങ്ങനെ പെട്ടെന്ന് അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം ഞാൻ ഈ സീരിയൽ തുടക്ക സമയത്ത്, അതായത് പ്രശസ്ത സംവിധായകനായ TS സജിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും അതേപോലെ ഇണക്കം പിണക്കം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ആ സീരിയലിലെ ഒരു 1-2 ദിവസമെങ്കിലും ക്യാമറമാനായിട്ട് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ചേട്ടനായ ബാബുച്ചേട്ടൻ TS സുരേഷ് ബാബുവിൻ്റെ ഈ അടുത്ത സമയത്ത് വർഷങ്ങൾക്ക് കുറച്ചേ ആയുള്ളൂ കടമുറ്റത്ത് കത്തനാർ, അതിലും കുറച്ച് വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. എന്തിനധികം പ്രശസ്ത മജീഷ്യൻ മുതുകാടിനെ വെച്ച് മായാമാന്ത്രികം എന്ന ഒരു സീരിയൽ ഞങ്ങൾ ചെയ്തപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട്, ഇപ്പോൾ അതിൻ്റെ പേര് മാറി പ്രൊഡക്ഷൻ ഡിസൈനർ, ആ ഡിസൈനറായിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിവിധ ചാനലുകളിൽ വിവിധ സീരിയലുകൾക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കഞ്ഞി കുടിച്ചതിൻ്റെ ഒരു നന്ദി പ്രകാശിപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ മോശമല്ലേ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാ സീരിയലുകളും ഭയങ്കര സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതായത് ശയനമുറിയിൽ നിന്നും പട്ടുസാരി ഉടുത്തുകൊണ്ട് ഇറങ്ങി വരുന്ന വീട്ടമ്മ, അതേപോലെ സർവാഭരണഭൂഷിതയായി അടുക്കളയിൽ മലക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടമ്മ, ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. 10,000 രൂപ വിലയുള്ള പട്ടുസാരിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉടുത്തുകൊണ്ടാണ് വീട്ടിനകത്ത് നിന്ന് ഓരോരുത്തർ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ച് സംഭവം ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ കാണാനായിട്ട്. അതൊക്കെ ഒരു വശത്തിരുന്നോട്ടെ. എന്നാലും
കുറേ അധികം ആളുകളുടെ ഉപജീവന മാർഗത്തിൽ കൈകടത്തി ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയാൻ ശാസ്ത്രജ്ഞ മേലിലെങ്കിലും ആവർത്തിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി പ്രേക്ഷകരടുത്തും സീരിയൽ പ്രവർത്തകരടുത്തും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. വേറൊന്നുമല്ല, പൊന്ന് കായ്ക്കണ മരമായിരുന്നാലും കൂരയ്ക്ക് ചാഞ്ഞാൽ വെട്ടിത്തന്നെ കളയണം. എന്തേ? അപ്പോൾ എങ്ങനെ? പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.